ഇടതുപക്ഷക്കാരൊക്കെ അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ്, പുസ്തകം വായിക്കുന്നവരാണ്. ഇവിടെ PR ചെയ്യാത്ത ഒരു സർക്കാരുകളുമില്ല. പല സംസ്ഥാനങ്ങളുടെയും പരസ്യങ്ങളൊക്കെ നമ്മുടെ ദിനപത്രങ്ങളോ അതിലൊന്നും തെറ്റില്ല. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലാണ് പലതും വന്ന് ഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നവകേരള സർവേ പോയി. അതിനുശേഷം പൊടുന്നനെ ഇതുവരെ കാണാത്ത ഒരു ശൈലി സൈബർ അടത്തടക്കം ഇടതുപക്ഷം കൊണ്ടുവരിക. നിലയില്ലാ കയത്തിൽ വീണതിന് ശേഷമുള്ള കൈയിട്ടടി പോലെയാണ്. കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. യാതൊരു സംശയം വേണ്ട. ആ തികഞ്ഞ ആത്മവിശ്വാസത്തോട് തന്നെ പറയാണ്, അടുത്ത 5 വർഷവും ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ ഭരിക്കും. 30% ഓഫ് ദ മെഡിക്കൽ നെഗ്ലിജൻസ് വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റബിൾ ആണ്. അപ്പോഴാണ് ഒരു കത്രികയുടെ കേസെടുത്തത് പെരുപ്പിച്ച് കാണുന്നത്, ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് പെരുപ്പിച്ച് കാണുന്നത്. അങ്ങനെ മറക്കാൻ പറ്റില്ലടാ. ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള ലോഹ സാധനം അവനവന്റെ ഉള്ളിലായിരുന്നു തറച്ചിരുന്നെങ്കിൽ നമുക്കൊക്കെ ഈ വേദന മനസ്സിലാവും. ഇതിപ്പോ അബദ്ധത്തിൽ ഒരു കത്രിക അല്ലെങ്കിൽ ഒരു ഉപകരണം അകത്ത് കുടുങ്ങിപ്പോയി എന്നുള്ളതാണല്ലോ താങ്കൾ പറയുന്നത്. അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കി. 2021 മെയ് മാസം 10-ാം തീയതി എന്ന് പറയുമ്പോൾ കോവിഡിന് ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളോട് ഉപദേശം തേടുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി അവകാശപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാളുടെ വയറ്റിൽ കത്രി കയറി എന്താ കുഴപ്പം? 499 പേരുടെ വയറ്റിലും കത്രി കയറിയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 1-2 നെഗ്ലിജൻസ് വെച്ചിട്ട് അമ്പേ പരാജയം എന്ന് പറയുന്നത്. ജയരാജന്റെ യുക്തി വെച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് 10 മെഡിക്കൽ കോളേജുകൾ ഉണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടമല്ലേ താഴെ വീണുള്ളൂ എന്ന് പറയേണ്ടി വരും. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനങ്ങളല്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വാർത്ത കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. ആ പറയേണ്ടതിന് വേണ്ടിയിട്ടായിരിക്കും സോഷ്യൽ മീഡിയ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. ആരെങ്കിലും ഈ ഇടതുപക്ഷത്തിന്റെ ഹാൻഡിലിലൂടെ ഒരു നുണപ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചു തരട്ടെ. ഇതിനകത്ത് ഒരു കള്ളത്തരം പറയുന്നില്ല, ഒരു നുണപ്രചരണം നടത്തുന്നില്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ. ഇപ്പോൾ ശ്രീ ജയരാജ് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡിലുകളിൽ നിന്ന് നുണപ്രചരണം ഉണ്ടായിട്ടുണ്ടോ എന്ന്. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരം എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാ എപ്പിസോഡും കാണണമെന്നാണ് പറയുന്നത്. സത്യമാണോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കണ്ട് തീരുമാനിക്കുക. മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറഞ്ഞ ഒരാളിനെ മറക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീനൊന്നും പറയണ്ടേട്ടാ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ 1-ാം നമ്പർ ലെഫ്റ്റ് ഹാൻഡിലാണ് ദേശാഭിമാനി. അവരുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ എന്താ? അവർക്ക് എത്ര സ്വത്തുണ്ടെന്നാ പറഞ്ഞു, അവർക്ക് എത്ര ആസ്തി ഉണ്ട്, അവരുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്നാ നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? ലേലുവല്ലു പറഞ്ഞില്ലേ? പരസ്യമായിട്ട് ലേലുവല്ലു പറയേണ്ടി വന്നില്ലേ? 1-ാമത്തെ പേജിൽ അവിഹിതം ഉണ്ടെന്നും പറഞ്ഞിട്ട് അടിച്ചു വെച്ചിട്ട് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന നിങ്ങളാണ് ഈ ലോകത്ത് നുണ കണ്ടുപിടിച്ചത്. അല്ലാതെ നുണ പ്രചരിപ്പിച്ചതല്ല, നുണ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നിട്ട് എവിടെയാണ് ഞങ്ങൾ നുണ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവും നുണയും തമ്മിലുള്ള അതിർവരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇവർ വിചാരിക്കുന്ന ഈ നാട്ടുകാർ മുഴുവൻ മണ്ടന്മാരാണ്. 10 കൊല്ലം ശക്തനായ പിണറായി വിജയൻ, ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ, മികച്ച ശൈലജ, മികച്ച വീണ ജോർജ്, പി രാജി, വ്യവസായങ്ങളിനെ കുതിച്ചു ഒഴുകുകയാണ് കേരളത്തിൽ. ഇനി MP രാജേഷാണ് 10 ലക്ഷം ഫയൽ സെറ്റിൽ ചെയ്തെന്നാ പറയുന്നത്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ പൊട്ടിപ്പോ. സാധാരണ ജനം ദുരിതത്തിലല്ലേ. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞില്ല, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവര്, കടയിൽ നിൽക്കുന്നവര്, പെട്രോൾ പമ്പിൽ നിൽക്കുന്ന അവരാണ് ഈ സർക്കാർ ആശുപത്രി ആശ്രയിക്കാൻ പോകുന്നത്. അവിടെ പോകുമ്പോൾ മരുന്നില്ലെന്നേ, അവിടെ ബ്രെഡും പാലും കൊടുക്കുന്നില്ലെന്നേ, അവിടെ സൂചി പുറത്തുനിന്ന് മേടിച്ചോണ്ട് വരാൻ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന തിരുവനന്തപുരത്തുള്ള ഹാരിസ് ഡോക്ടർ അല്ലേ വെളി പറഞ്ഞത്. അങ്ങനെ പറയല്ലേ, കത്രിക ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. കത്രിക ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 2 കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഹർഷനയുടെ വയറ്റിൽ വെച്ച് കൊടുത്തു, അത് പിന്നെ അവർ വെളിയിൽ പോയി എടുത്തു. ഇവർ 5 കൊല്ലം വീണ്ടും ഇതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യമാണ് ജപ്പാൻ. അവിടെ ഒരു ക്യാമറ കൊണ്ടുപോയാൽ അഴുക്ക കൂനകൾ കാണും. താങ്കൾ ഈ അഴുക്ക കൂനയിലേക്ക് ക്യാമറയും കൊണ്ടുപോവുകയാണ്. ഇടതുപക്ഷ നേതാക്കൾ പറയുന്ന പല കാര്യങ്ങളിലും ഒരു പൊതു യുക്തിയില്ലായ്മയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നേരത്തെ താങ്കൾ പറഞ്ഞു അഴിമതി ആരോപണം, ഇവിടെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു ആരോപണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഇടതുപക്ഷം രാജ്യത്ത് എത്രയോ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ? ബോഫോഴ്സ് തെളിഞ്ഞിട്ടാണോ നിങ്ങൾ അതിന്റെ പേരിൽ രാജ്യത്ത് പ്രതിഷേധം നടത്തിയിട്ടുള്ളത്? ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ട ഞങ്ങൾ നടപടിയെടുക്കും. ഒരാൾ കുറ്റക്കാരനാണെന്ന് ഇടതുപക്ഷത്തിന് എന്നാ ബോധ്യപ്പെടുന്നത്? കുഞ്ഞനന്തനെ ശിക്ഷിച്ചു, കുറ്റക്കാരനല്ല, തീരനായ സഖാവായിട്ട് നിങ്ങൾ കോവിഡ് കാലത്ത് പ്രോട്ടോകോൾ ലംഘിച്ച് യാത്രയാക്കി. പത്മകുമാർ അകത്ത് കിടക്കുക. ചാർജ് ഷീറ്റ് കണ്ടിട്ട് നോക്കട്ടെ, അതിനകത്ത് യഥാർത്ഥത്തിൽ കുറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആലോചിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ എവിടെയാണ് നിങ്ങളുടെ ഒരു റീസണബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, ഒരു റീസണബിൾ ആയിട്ട് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? അല്ല, ചാർജ് ഷീറ്റ് വരാതെ എങ്ങനെയാണ് ഒരാൾക്കെതിരെ നടപടി എടുക്കുന്നത്? കാര്യമല്ല ഞാൻ പറയുന്നത്. ശിക്ഷിക്കപ്പെട്ടാലും ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടായിരിക്കത്തില്ല ചിലപ്പോ കോടതിക്കുള്ളത്.
20 കോടി രൂപ ചെലവിൽ നടക്കാൻ പോകുന്ന ഒരു നവകേരള സർവേയിലേക്ക് ആ തീരുമാനം മന്ത്രിസഭ എടുക്കുന്നതിന് മുമ്പ്, തീരുമാനം പുറത്തു വരുന്നതിന് മുമ്പ് അതിലേക്ക് ആളെ തിരികെ കയറ്റാൻ വേണ്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് സർക്കുലർ കോടതിയിലെത്തി. അല്ലാതെ കേരള ഗവൺമെന്റ് ഏത് വെൽഫെയർ സ്കീമാണ് കോടതി നടന്നത്? മന്ത്രിസഭയുടെ തീരുമാനം ചോർന്നു എന്ന് പറയാൻ പോലും പറ്റില്ല. പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനമാണ് ചോർന്ന് മന്ത്രിസഭയ്ക്ക് കിട്ടിയെന്ന് പറയുന്നത്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടോ. പിണറായി വിജയനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അയാൾ ഏകമുഖ സ്വഭാവമുള്ള ഇതാണ്, സ്വേച്ഛാധിപതിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ പാർട്ടിയിൽ നിന്നൊരു നടപടി വരുന്നത് അതിനെ തിരിച്ചു പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഡിയോ സന്ദേശം കൂടെ പുറത്തു വന്നപ്പോഴേക്കും ചലിക്കാതിരിക്കുന്ന പാർട്ടി മെഷറിയെ സർക്കാർ ചെലവിൽ ചലിപ്പിച്ചിട്ടായാലും തെരഞ്ഞെടുപ്പിൽ ഇറക്കുക എന്നുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ യുക്തിയോ ആരുടേതാണെന്നുള്ളത് അതിന്റെ ഡിസൈൻ മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇടതുപക്ഷത്തിന്റെ സ്ഥായിയായ എത്ര മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്? എവിടെയെല്ലാം വെള്ളം ചേർത്തു. പ്രായപരിധി ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ശബരിമല പ്രവേശനം നേടണമെന്നുള്ളത് VS സർക്കാരിന്റെ കാലത്തെ നിങ്ങളുടെ നിലപാടാണ്, ഇടതുപക്ഷത്തിന്റെ. അത് നടപ്പാക്കിയതിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. ഇന്ന് ഒരു നിലപാട് ഈ സർക്കാരിനോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? സമയം വരട്ടെ, വിശ്വാസികളോട് ചോദിക്കും. ഇടതുപക്ഷത്തിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ആഗോള അയ്യപ്പ സംഗമം നടത്തി. തന്ത്രി വ്യഭിചാരിയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ ആ തന്ത്രിയെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചു, അല്ലേ? അപ്പൊ തന്ത്രിയുടെ വ്യഭിചാരം അവിടെ തീർന്നു. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് കേരള തൊഗാഡിയ എന്ന് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ആ വെള്ളാപ്പള്ളി നടേശനെ കാറെ കൊണ്ട് നടന്നു. കളിച്ചുകുളങ്ങര പോയി അവൈലബിൾ ക്യാബിനറ്റ് അദ്ദേഹം അവിടെ വെച്ച് കൂടി. എയ്ഡഡ് നിയമനങ്ങളിൽ രണ്ടാം മുണ്ടശ്ശേരി MAV വിളിച്ച് എന്തുകൊണ്ടാണ് രൂപത എന്ന് പറഞ്ഞാൽ രൂപാത എന്നായി മാറുന്നു? ഇങ്ങനെ പണം വാങ്ങിയിട്ട് മെറിറ്റില്ലാതെ നിയമനം കൊടുക്കുന്ന ശരിയല്ല എന്ന നിലപാടെടുത്തു സർക്കാർ. PSCക്ക് വിടണമെന്ന് ഇടതുപക്ഷം നിലപാടെടുത്തു. കുറച്ചുകൂടി ഭയപ്പെട്ടു. CP നായർ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്ന് സർക്കാർ നിയന്ത്രണത്തിൽ എയ്ഡഡ് നിയമനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്നത്തെ സ്ഥിതി എന്താണ്? NSSന് അനുകൂലമായ കോടതി വിധി വേണമെങ്കിൽ ബാക്കിയുള്ളവർ പോയി വാങ്ങിച്ചിട്ട് വരാൻ ആദ്യം പറഞ്ഞു. രണ്ടാമത് ഒന്നുകൂടെ വരേണ്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കോടതിയിൽ ചെന്ന് പറഞ്ഞു ഇത് അവർക്കൂടി കൊടുക്കുന്നത് ഞങ്ങൾക്ക് വിരോധമില്ലെന്ന് പറഞ്ഞു. മൂന്നാമത് വേറൊരു നിയമദോഷം വാങ്ങിയിട്ട് കോടതി പറയണ്ട ഞങ്ങൾ ഇതാ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കഴിയുന്നുണ്ടോ ഇന്ന് ഈ ഭരണത്തിൽ? ചില സമയങ്ങളിൽ പ്രായോഗികമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ പ്രായോഗികതയുടെ ഭാഗമായിട്ട് പലതിലും വെള്ളം ചേർക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാര്യം അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പിലൊക്കെ ഒന്നുമല്ല. CPMന്റെ ഏറ്റവും വലിയ വിമർശകർ CPM വിട്ടുപോയിട്ടുള്ള ആൾക്കാരാണ്. അതെന്തുകൊണ്ടാണ്? ആ വ്യതിയാനം ഞാൻ പറഞ്ഞല്ല, BTR പറഞ്ഞ. ഞാൻ പറഞ്ഞപ്പോ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഭേദമാണ്. നാളെ ഒരു കാലത്ത് ഇവരെ എല്ലാം നമ്മൾ സംശയിക്കണം. അത് തന്നെയാണ്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ. ഇന്ന് നമ്മളെ TV ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന CPMനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ സ്ഥാനമോഹികളായിട്ടോ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ അതിന് മോഹഭംഗം ഉണ്ടായതുകൊണ്ടോ വിട്ടുപോയിരിക്കുന്ന ആൾക്കാരല്ല. മറിച്ച് അവരൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. നിലപാട് തറയിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയുകയും ആ അഭിപ്രായത്തിന് സ്വീകാര്യത കിട്ടാതെ അതിന് ഇപ്പൊ ഈ കുഞ്ഞികൃഷ്ണനൊക്കെ ചെയ്തിരിക്കുന്ന അതേ കാര്യം, അതേപോലെയുള്ള കാര്യം അവിടെ നടക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. ഞാൻ പറഞ്ഞത് അവരുടെ ശബ്ദം നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് BJPയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ആൾക്കാർ പറയുന്നതിനേക്കാൾ കൂടുതലായി മാറുന്നത് അതേപോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അവിടെ പ്രചോദനം നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളൊരു നിലപാടെടുക്കുന്ന സമയത്ത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരണം. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ കാലോചിതം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന ആൾക്കാർ നിങ്ങളോട് പലവരും പറഞ്ഞിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പറ്റിയത് തെറ്റായിരുന്നു എന്ന് പറയുന്നതിലല്ല. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഒരു ഭാഗത്ത് നമുക്ക് സഖാവ് പുഷ്പന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിനും മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് ആ തീരുമാനം തിരുത്തുന്നതിനും ശരിയായിട്ട് രണ്ടും കൂടെ ഒന്നിച്ചു പോയില്ല. ഗെയിൽ പദ്ധതിയെ എതിർത്ത ആൾക്കാർ, സമരം നടത്തിയ ആൾക്കാർ, എന്നിട്ട് ഗെയിൽ പദ്ധതി ഞങ്ങളാണ് നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ തെറ്റ് തിരുത്തുന്നുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിലും വൈകിയാണെങ്കിലും നിങ്ങളുടെ സ്ഥായിയായ മുദ്രാവാക്യങ്ങളിൽ നിന്ന് കേവലം വോട്ടുകൾക്കും സീറ്റുകൾക്കും വേണ്ടി വഴിവിട്ട് കാലിന്റെ അടിയിൽ ഉറച്ചു നിന്നിരുന്ന മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ളൊരു ആശങ്ക പല ഇടതുപക്ഷക്കാർക്കുണ്ട്. അതിൽ അടിസ്ഥാനമുണ്ടോ? യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഇടതുപക്ഷക്കാരൊക്കെ അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ്, പുസ്തകം വായിക്കുന്നവരാണ്, ആളുകൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. ഒരു മാധ്യമ സിൻഡിക്കേറ്റ് മറ്റ് പല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒരുമിച്ച് ചേർന്ന് ഈ സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്നതെന്ന് ഇവിടുത്തെ ഇടതുപക്ഷ മനസ്സിന് നന്നായിട്ട് അറിയാം. അത് ബാക്ക്ലാഷ് ചെയ്യാൻ പോകുന്നത് ഈ പോളിലൂടെയാണ്. ഈ പോളിലൂടെ അത്തരക്കാർക്കൊക്കെ ശക്തമായ മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അത് സംഭവിച്ചിരിക്കും. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് കുറേയധികം തീരുമാനങ്ങൾ വന്നിരുന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പലതും, പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള സംഘടനകളുടെ എതിർപ്പ് പറഞ്ഞു. ടൈമിന്റെ കാര്യത്തിലാണെങ്കിലും സൂംബ ഡാൻസ് കൊണ്ടുവരുന്നതിൽ, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, ഞാൻ പറഞ്ഞ ഈ ഒരു സമയത്ത് മന്ത്രി ബിന്ദു ആയിക്കോട്ടെ, ശിവൻകുട്ടി ആയിക്കോട്ടെ, ഇവരെല്ലാം ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പതുക്കെ വെള്ളം ചേർത്ത് വന്നു. അതിനെ എന്താ പറയുക? പ്രായോഗിക നിലപാടെന്നാണോ? മതസംഘടനകൾ പറയുമ്പോൾ മറ്റ് രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന സാമുദായിക സംഘടനകളോ
സംഘടനകളോ ഒക്കെ തന്നെ ഒരു കാര്യം പറയുന്ന സമയത്ത് പ്രായോഗിക അടിസ്ഥാനത്തിൽ ചിന്തിച്ച് തീരുമാനമെടുക്കുക എന്ന് പറയുന്നതും ഈ പ്രഷറിൽ വീഴുക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. മനസ്സിലായ നിനക്കെങ്ങനെ മനസ്സിലാവാൻ തന്റെ തലയിൽ വല്ലതും ഉണ്ട്? ഇപ്പൊ കാണുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ ഓറിയന്റ് ചെയ്തുകൊണ്ട് ആ രീതിയിലത്തേക്ക് മാത്രം ദൗർബല്യം മാത്രം മാറാപ്പായി കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി ആ രീതിയിലാണ്. അതിന് പ്രായോഗിക രാഷ്ട്രീയം എന്നുള്ള പേരല്ല പറയേണ്ടത്, ദൗർബല്യം എന്നാണ്. പക്ഷെ നമ്മൾ മോമിച്ച് ബ്ലോക്ക് ചെയ്ത് അവന്റെ ഒടുക്കത്തെ കുത്ത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി താഴെ വെച്ചിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രിൻസിപ്പിളിൽ ഇരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ പേരങ്ങ് മാറ്റ്, വലതുപക്ഷം നാക്ക്. ഞാൻ ആദ്യം മുതലേ തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പറയുന്ന ഏറ്റവും വലിയ വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നതിനകത്തിൽ കമ്മ്യൂണിസവും മാർക്സിസവും ഒന്നുമില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ മൂല്യം അതല്ല, പേരിലേ ഉള്ളൂ. ദേശാഭിമാനിയിലെ തീയതി കറക്റ്റ് ആണ് എന്ന് പറയുന്നത് പോലെയാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.